എൻ്റെ സാക്ഷ്യം, ഞാൻ യഥാർത്ഥ ക്രിസ്തുവിനെ പിന്തുടരുന്നത് എന്തുകൊണ്ട്? ഓരോ വിശ്വാസിയും തൻ്റെ വിശ്വാസയാത്രയിൽ ഒരു കഥയുണ്ട്. ചിലർക്കത് ബാല്യകാലത്ത് നിന്ന് ആരംഭിച്ച കഥയാണ്. ചിലർക്കത് ഒരു വലിയ അനുഭവത്തിലൂടെയാണ് തുടങ്ങുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സത്യത്തെ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഥാർത്ഥ ക്രിസ്തുവിനെ പിന്തുടരുന്നത് എന്തുകൊണ്ട്? ബൈബിൾ നമ്മോട് പഠിപ്പിക്കുന്നത് ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നുവെന്നാണ്. യിരെമ്യാവ് 1:5 ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഗർഭത്തിൽ രൂപപ്പെടുത്തിയതിനു മുമ്പേ നിന്നെ അറിയുന്നു. അതായത്, നമ്മൾ അവനെ അറിയുന്നതിനു മുമ്പേ അവൻ നമ്മെ അറിയുന്നു. എൻ്റെ ജീവിതത്തിലും ഇതാണ് സത്യമായത്. ഞാൻ എൻ്റെ വഴിയിൽ ജീവിച്ചിരുന്നെങ്കിലും യേശു എൻ്റെ പിന്നാലെ വന്നിരുന്നു. ക്രിസ്തുവിനെ പിന്തുടരാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം അവൻ്റെ സ്നേഹമാണ്. ലോകം പലവിധ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സുഹൃത്തുക്കളുടെ സ്നേഹം, കുടുംബത്തിൻ്റെ സ്നേഹം, പ്രണയത്തിൻ്റെ സ്നേഹം. പക്ഷെ യേശുവിൻ്റെ സ്നേഹം എല്ലാത്തിനെയും കടന്നു പോകുന്നു. റോമർ 5:8 പറയുന്നു, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. ഇതിലൂടെയാണ് ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം തെളിയിക്കുന്നത്. അവൻ നമ്മെ നല്ലവരായതിനാലല്ല, എന്നാൽ നമ്മൾ നഷ്ടപ്പെട്ടവരായതിനാൽ തൻ്റെ ജീവൻ കൊടുത്തു. എൻ്റെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ഞാൻ തകർന്നു പോയിരുന്നു. നിരാശയും ഭയവും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എബ്രായർ 13:5. ആ വാക്കുകൾ തന്നെയാണ് എന്നെ ഉയർത്തിപ്പിടിച്ചത്. ക്രിസ്തുവിനെ പിന്തുടരുന്നത് ഒരു മതനിയമങ്ങളുടെ പട്ടിക പാലിക്കുന്നതല്ല. അത് ഒരു ബന്ധമാണ്. ഓരോ ദിവസവും അവനോട് സംസാരിക്കുന്നത്, അവൻ്റെ വചനം കേൾക്കുന്നത്, ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥ ക്രിസ്തുവിനെ പിന്തുടരുന്നത്. കാരണം അവനിൽ ഞാൻ സത്യമായ സമാധാനം കണ്ടെത്തി. അവനിൽ ഞാൻ അർത്ഥം കണ്ടെത്തി. അവനിൽ ഞാൻ രക്ഷയും നിത്യജീവിതവും കണ്ടെത്തി. ഇന്ന് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം സാക്ഷ്യമുണ്ടോ? നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അവനെ വിളിക്കൂ. അവൻ ദൂരെയുള്ളവനല്ല, നിങ്ങളെ കാത്തിരിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.